വെള്ളാപ്പള്ളിക്ക് പിന്നാലെ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഇടതുപക്ഷത്തെ അനുകൂലിച്ച് പരസ്യമായിട്ട് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ഇതിലിപ്പോ എന്താണ് പ്രത്യേകിച്ച് തോന്നാനുള്ളത്? കേരളം ഒരു ഭ്രാന്താലയമല്ലെന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടി വരും, അത്രമാത്രം. ഈ SNDP യോഗം പ്രസിഡന്റും അതുപോലെ തന്നെ NSS ജനറൽ സെക്രട്ടറിയും ഒക്കെ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് എന്ത് വേഷവും കിട്ടും, അതുപോലെ തന്നെ ആരുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും. സ്വന്തം മതസമുദായത്തിൽ പോലും ഒട്ടും സ്വീകാര്യരല്ലാത്ത നേതാക്കളാണ് ഇവര്. ഈ ജാതി സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി എതിരായി നിന്ന് പ്രവർത്തിച്ചിട്ട് പോലും കേരളത്തിൽ ഭരണത്തിൽ വന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് സുകുമാരൻ നായർ ഉമ്മൻചാണ്ടിനെ വിറപ്പിച്ചു നിർത്തിയതും നിരന്തരം വെള്ളാപ്പള്ളി വർഗീയ പരാമർശങ്ങൾ നടത്തിയതും ആരൊക്കെ മറന്നാലും CPM നേതാക്കള് മറക്കരുത്. മതേതര കേരളത്തിന് ഭീഷണി ഉയർത്തുന്നത് ആരായാലും അവരെല്ലാം അകറ്റി നിർത്തുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ലത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് ശരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വോട്ട് ബാങ്കാണ് അവിടെ ചോർന്നു പോവുക.